അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നെക്സ്റ്റ് ഇയർ 10ാം ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പോൾ 10ാം ക്ലാസ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെന്താ ഫുൾ A+ ആണല്ലേ, നമ്മുടെ മനസ്സിലായിക്കോട്ടെ, പാരൻസിൻ്റെ മനസ്സിലായിക്കോട്ടെ, എല്ലാം ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ഒരു ഫുൾ A+ വേണം, നല്ല മാർക്സ് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അയ്യോ സിലബസ് മാറുകയല്ലേ, അടുത്ത നെക്സ്റ്റ് ഇയർ ഇനിയിപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്താണെങ്കിലും സിലബസ് മാറാൻ പോവല്ലേ, അപ്പം ഞങ്ങൾ എന്താണ് ചെയ്യുക, ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എവിടെ നിന്ന് കിട്ടും, ബുക്സ് ഉണ്ടാവില്ല റെഫർ ചെയ്യുക, ഞങ്ങൾ എന്താണ് ചെയ്യാമെന്നായിരിക്കും എൻ്റെ കുട്ടികളെല്ലാവരും ആലോചിച്ചിരിക്കുന്നത് അല്ലേ. പക്ഷേ നിങ്ങൾ ആരും തന്നെ ഒരു ടെൻഷനും അടിക്കേണ്ട. കാരണം സിലബസ് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ മാറിയ സമയത്ത് നമ്മളുടെ എക്സാം ഇന്നൻ്റെ ആൽഫ ബാച്ചിലുള്ള മക്കൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അറിയാത്ത രീതിയിലായിരുന്നു നമ്മൾ ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ നമ്മുടെ ബുക്ക് സെറ്റും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി അത് അറിയാനില്ല, നമ്മൾ ആൽഫ ബാച്ചിൽ പഠിച്ചിട്ടില്ലാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളുടെ എക്സാം ഇന്നൻ്റെ ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ലൈവായിട്ട് എടുത്തു തരും. ഇനി അത് റെക്കോർഡഡ് വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഉണ്ടാകും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാകും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ പഴയ ബുക്ക് സെറ്റാണ്, അതായത് ഇപ്പോൾ ഉള്ള നമ്മുടെ ബാച്ചിൻ്റെ ബുക്ക് സെറ്റാണ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയാൽ അപ്പോൾ തന്നെ എന്താണ് നമ്മുടെ ന്യൂ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള റിവൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഇതേപോലത്തെ ഒരു കംപ്ലീറ്റ് ബുക്ക് സെറ്റ് നമ്മുടെ എക്സാമിനർ ഇറക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിന് മാത്രമായിരിക്കും നമ്മുടെ ആ ഒരു ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിസ് അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയില്ലേ അഡ്മിഷനൊക്കെ തുടങ്ങിയിട്ട്, അപ്പോൾ ആ 1000 സ്റ്റുഡൻസ് കംപ്ലീറ്റ് ആയോ, ഞങ്ങൾ ഇനി ജോയിൻ ചെയ്താൽ ഞങ്ങൾക്ക് ബുക്ക് സെറ്റ് ഫ്രീ ആയി കിട്ടുമോ എന്നൊക്കെ ആയിരിക്കും എൻ്റെ മക്കൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനൊരു അപ്ഡേറ്റ് കൂടിയാണ്. അതായത് ഇനി കുറച്ച് കുട്ടികൾക്ക് കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ 1000 സ്റ്റുഡൻസ് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഒരു 200+ മക്കളും കൂടെ ആയിക്കഴിഞ്ഞാൽ, അതൊരു 200-250 റേഞ്ചിലും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ 1000 സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആകും. അപ്പോൾ എൻ്റെ മക്കൾക്ക് നമ്മളുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളിനി നെക്സ്റ്റ് ഇയർ 10ാം ക്ലാസ്സിലേക്ക് വരുമ്പം ബുക്ക് സെറ്റ് മാറിയാലും അല്ലെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറുടെ ലക്ഷ്യ ബാച്ചിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഇനി ഏറ്റവും റിവൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ എക്സാമിനറുടെ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ലേറ്റ് ആവാതിരിക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. കാരണം ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ മിസ് ബയോളജി വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും നമ്മുടെ ബുക്ക് സെറ്റ് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഷോർട്ട് നോട്ട് ഉണ്ടാകും ഇവിടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട് ഉണ്ടാകും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ചോദ്യങ്ങളാണ് അല്ലേ, അതിൻ്റെയൊക്കെ ചോദ്യങ്ങളുടെ ആൻസേഴ്സ് ഓരോ പേജ് നമ്പർ വൈസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഈ പേജ് നമ്പറിലുള്ള ക്വസ്റ്റ്യൻസ്, ഈ പേജ് നമ്പറിലുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് SSLC എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടല്ലോ, അതിൻ്റെയും ആൻസേഴ്സ് ഇവിടെ ഉണ്ടാകും. പിന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയാലും കുറച്ച് ടോപ്പിക്സ് ഒക്കെ പഴയത് തന്നെ ആയിരിക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ ആ ടോപ്പിക്സ് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം. അഡീഷണൽ ക്വസ്റ്റ്യൻസ്, SCERT പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ നമുക്ക് ഒരു എക്സ്ട്രാ ഒത്തിരി എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും. അതായത് ഓൾറെഡി നമ്മുടെ ബാച്ചിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതിന് പുറമെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മളുടെ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ SCERT പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒത്തിരി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ എക്സാമിനറിൻ്റെ പുതിയ ബുക്ക് സെറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ളൊരു ചാൻസാണ്. വേഗം തന്നെ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ ലൈവ് ക്ലാസ്സിൽ ഫുൾ അടിപൊളിയായിട്ട് സംശയങ്ങളൊക്കെ തീർത്ത് സൂപ്പറായിട്ട് പഠിക്കാം. ബുക്ക് സെറ്റ് ഫ്രീ ആയി കിട്ടും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ലേറ്റ് ആവാതിരിക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക.